യുദ്ധം കൊടുമ്പിരി കൊണ്ടിട്ടും നമുക്ക് ഈ എണ്ണയുടെ ഉപയോഗത്തിൽ അല്ലെങ്കിൽ എണ്ണ വരുന്നതിൽ ഒരു വലിയ കുറവൊന്നും ഉണ്ടായിട്ടില്ല, വലിയ വലിയ നിയന്ത്രണമില്ല. പക്ഷേ ഗ്യാസ് ഉപയോഗിക്കുന്നതിൽ വലിയ നിയന്ത്രണങ്ങളൊക്കെ വരുന്നു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന GCC രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ഗ്യാസിൽ എന്തൊക്കെയോ നിയന്ത്രണം വരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പ്രശ്നം രൂക്ഷമാണെന്നാണോ? അല്ല, അവിടെ ഈ ഇപ്പം കഴിഞ്ഞ 2 ദിവസങ്ങൾ 5 ദിവസങ്ങളായിട്ട് നടന്ന യുദ്ധത്തിനകത്ത് GCC രാജ്യങ്ങളെ ആക്രമിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഇറാൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ വരുമാന സ്രോതസ്സുകളെ ലക്ഷ്യം വെച്ച്, ആദ്യം ഈ സൈനിക കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യം വെക്കുന്നു എന്ന് പറഞ്ഞ് അത് അമേരിക്കയെ ലക്ഷ്യം വെച്ചാണ് പറഞ്ഞായിരുന്നു യുദ്ധം. അതിനുശേഷം ഇപ്പം പല GCC രാജ്യങ്ങളിലും സൗദി അറിയാതെ 2 വട്ടം അരാംകോയ്ക്ക് ആദ്യം അടിച്ചു, ശരിയായില്ല, രണ്ടാമത് ഇപ്പോൾ അടിച്ചിട്ടുണ്ട്. അതും സക്സസ് ആയിട്ടില്ല. ഇൻഡസ്ട്രി സെക്ടർ വെച്ചിട്ട് അവർ തടഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം അത് സൗദിയുടെ ആ എണ്ണപ്പാടം അടിച്ച ലോകത്ത് ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദന കേന്ദ്രം. കാരണം 5500 ദശലക്ഷം ബാരലെങ്ങാണ്ട ഒരു ദിവസത്തെ ശുദ്ധീകരണം നടക്കുന്നത്. അപ്പോൾ അതോടുകൂടി സൗദി തീരും, ലോകത്ത് മൊത്തവും അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഖത്തറിൽ നിന്നാണെന്നല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ എണ്ണ നമുക്ക് കരാറുള്ളത്. ഏതാണ്ട് നമ്മുടെ ഉപയോഗത്തിൻ്റെ 40% പുറത്ത്, 40 എന്തായാലും 40 കൂടുതലാണ്, 40 പുറത്ത് അവിടെ നിന്നാണ് വരുന്നത്. അപ്പം അവിടുത്തെ 2 എണ്ണ വ്യവസായ അല്ലെങ്കിൽ എണ്ണ ഉൽപ്പാദനം, എണ്ണയല്ല, ഗ്യാസ് ഉൽപ്പാദനം ഇത് അകത്ത് ഡാമേജ് വരുത്തിയിട്ടുണ്ട്, അതായത് ആക്രമിച്ചിട്ടുണ്ട്, അതിൻ്റെ പ്രവർത്തനം നിലച്ചിട്ടുണ്ട്. ഒന്ന് റാസലവാൻ ഇൻഡസ്ട്രിയൽ സിറ്റി, ഒന്ന് മിസൈൽ ഇൻഡസ്ട്രിയൽ സിറ്റി. ഈ 2 പ്രധാനപ്പെട്ട ഇതിലേക്കാണ്. അപ്പോൾ അവിടെ അത് നിർത്തിവെച്ചിരിക്കുന്നു. അതുകൊണ്ട് കയറ്റുമതി അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ നമ്മൾക്ക് CNG തരുന്ന രാജ്യമാണ്. ഇതിനകത്തും നമുക്ക് കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ പറയുന്ന വ്യാവസായിക ആവശ്യത്തിനുള്ള ഗ്യാസിനകത്ത് നമ്മൾ 10% മുതൽ 40% വരെ കുറവ് വരുത്തിയിട്ടുണ്ട്. അതായത് ഈ രാജ്യങ്ങൾക്കകത്ത് ഈ പ്രശ്നമുണ്ടായാൽ നമ്മൾ ഊർജ്ജ പ്രതിസന്ധിയെ ലോകത്തെ ബാധിക്കുന്നത് പോലെ നമ്മളെ ബാധിക്കും. ഇപ്പം തന്നെ വ്യവസായ മേഖലയിലേക്ക് 10 മുതൽ 40% വരെ ഗ്യാസിൻ്റെ കുറവ് വന്നാൽ അത്രയും പ്രവർത്തനമില്ല. ലോഡ് ഷെഡിങ് വരുമ്പോൾ പ്രവർത്തിക്കാൻ പറ്റത്തില്ല, അത്രയും പ്രവർത്തനമില്ല, അത്രയും ഉൽപ്പാദനം കുറയില്ലേ, അത്രയും ചരക്ക് നീക്കം കുറയില്ലേ, അത്രയും കയറ്റുമതി കുറയില്ലേ, അത്രയും സാമ്പത്തിക നഷ്ടം നമ്മൾക്ക് ഉണ്ടാകുകയില്ലേ. അപ്പോൾ ഇറാൻ നമുക്കിട്ട് അല്ലെങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് പ്രശ്നം. പിന്നെ കടലിടുക്കിൻ്റെ കാര്യം, ഹോർമുസ് കടലിടുക്കിൻ്റെ കാര്യം, അവിടെ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഈ ട്രംപ് പറയുന്നുണ്ട് ഞങ്ങൾ വരുന്ന കപ്പലുകൾക്ക് ഞങ്ങൾ സംരക്ഷണം കൊടുക്കും, സംരക്ഷിക്കും എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഏതാണ്ട് അവർ പൂർണ്ണമായിട്ടും അടച്ചു ഹോർമുസ് കടലിടുക്ക്. ഏതാണ്ട് 700ഓളം കപ്പലുകൾ ഹോൾഡാണ്. ഇതിനകത്ത് ചൈന കപ്പലുകൾ മാത്രം പോയാൽ മതി, അവർക്ക് ഞങ്ങൾ അനുവാദം കൊടുക്കും. കാരണം ചൈനയിൽ നിന്ന് എണ്ണ മേടിക്കുന്നില്ല, ചൈന സഹായിക്കുന്നു. അപ്പോൾ അത് നമുക്ക് പ്രതിസന്ധിയല്ലേ. നമ്മുടെ ഏതാണ്ട് 50% വരെ നമ്മളുടെ എണ്ണ ചരക്ക് നീക്കം നടക്കുന്ന ഹോർമുസ് കടലിൽ കൂടിയാണ്. അതുകൊണ്ട് 28% മൊത്തത്തിലുണ്ട്. അപ്പം ആ രീതിയിലും നമുക്ക് തട്ടുണ്ട്. പിന്നെ ഈ എണ്ണയുടെ കാര്യം വരുമ്പം വേറൊരു കാര്യമുണ്ട്. ഇന്ത്യക്കകത്ത് 75 ദിവസത്തേക്കുള്ള എണ്ണ സ്റ്റോക്ക് നമുക്കുണ്ടല്ലോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ എണ്ണ സ്റ്റോക്കിനകത്ത് ഇന്നലെ റഷ്യ പറഞ്ഞിട്ടുണ്ടല്ലോ, ട്രംപ് പറഞ്ഞു കാച്ചിക്കളയും മറ്റേ മറിച്ചും. റഷ്യ ഇന്നലെ പറഞ്ഞു ഇവിടത്തേക്ക് വേണ്ട, നമുക്കിപ്പോൾ GCC രാജ്യങ്ങളിൽ നിന്ന് എണ്ണ സംഭരിക്കാൻ കഴിയാത്തൊരവസ്ഥ, അവിടെ പ്രശ്നമാണെങ്കിലും പ്രഷറാണെങ്കിലും കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ പോലും ആര് തീർത്താലും എത്ര എണ്ണ വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ട് റഷ്യ പറഞ്ഞു. നമ്മൾ റഷ്യയുടെ നേരത്തെ എണ്ണ മേടിച്ചിട്ടുണ്ട്, കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ എണ്ണ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചില ഷിപ്പുകൾക്കും ചില കമ്പനികൾക്കും ഒക്കെ ആണെങ്കിൽ ബാൻ ഏർപ്പെടുത്തുന്നത്. അവർ പറഞ്ഞു അവർക്ക് ഈ ഷാഡോ ഷിപ്പുകളുടെ പണിയുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഷാഡോ ഫ്ലീറ്റ് ഉപയോഗിച്ച് ആയാലും ഇവിടെ എണ്ണ തരും, അതിനകത്ത് കയറി പണിയാൻ വന്നാൽ അത് കൈകാര്യം ചെയ്യും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന നമുക്ക് പണി തന്നിരിക്കുന്നു ഇറാൻ എന്ന് പറയുന്നത്. ഇറാൻ നമുക്ക് മാത്രമായിട്ട് തന്ന പണിയല്ല, മൊത്തത്തിലുള്ള പണിയാണ്. അപ്പോൾ മൊത്തത്തിലുള്ള പണിയാണെങ്കിൽ പോലും ഗ്യാസിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ മറ്റു പല കാര്യത്തിലും നമ്മൾക്ക് ഈ GCC രാജ്യങ്ങൾ കുഴപ്പത്തിലായാൽ വരുന്ന കുഴപ്പങ്ങൾ ലോകത്തെ ബാധിക്കുന്ന പോലെ നമ്മളെയും ബാധിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഗ്യാസിൻ്റെ കാര്യത്തിനകത്ത് ഇത്രയും കുഴപ്പം വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗ്യാസ് സംഭരണം അല്ലെങ്കിൽ ഗ്യാസ് നമ്മൾ മേടിക്കുന്നത് ഈ ഖത്തറിൽ നിന്ന്. കാരണം നമുക്ക് ഏറ്റവും ഈ കുറഞ്ഞ വിലയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുറഞ്ഞ വില ഇപ്പം നമ്മളൊരു കരാർ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ എനിക്കൊന്ന് 1 കൊല്ലം മുമ്പാണ് നമ്മളൊക്കെ ചർച്ച ചെയ്ത. ആ വിലയിൽ തന്നെ ഇത്ര കൊല്ലത്തേക്ക്, ഏതാണ്ട് 10 കൊല്ലത്തേക്ക് നമുക്ക് ആ വിലയിൽ തന്നെ ഗ്യാസ് ഇതേ അളവിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെയാണ് കുഴപ്പം പറ്റിയിരിക്കുന്നത്. കുഴപ്പം ഉടനെ പരിഹരിക്കുമെങ്കിൽ ആ കുഴപ്പം പരിഹരിക്കുന്ന അത്രയും സമയം നമ്മളുടെ ഗ്യാസിൻ്റെ അകത്ത് വരവിനകത്ത് കുറവ് വന്നിട്ടുണ്ട്. കാരണം ആ രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള രാജ്യത്തു നിന്ന് വരുന്നതിനകത്ത് ഉള്ള അല്ലെങ്കിൽ കണക്കുണ്ടല്ലോ, ആ കണക്കിലല്ലേ ബാക്കിയുള്ളടത്തുനിന്ന് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വ്യവസായ മേഖലയിൽ അത്തരത്തിലൊരു കുഴപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു പ്രശ്നം
ലോകത്തെ ബാധിക്കുന്നതിൻ്റെ കൂടെ ഇന്ത്യയെ ബാധിക്കുന്നു. ഒരു പരിധിവരെ ഇന്ത്യ അത് പരിഹരിച്ച് ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ പരിഹരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗ്യാസിൻ്റെ കാര്യം വരുമ്പോൾ അതിനകത്ത് ശകലം ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രതിവിധിയും കാര്യങ്ങളും ഒക്കെ വരുമായിരിക്കും. ഏതായാലും ഇന്നത്തെ ഒരു വാർത്ത അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വിമാനങ്ങൾ കൂടുതൽ, അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ വീഴുന്നു, വ്യവസായങ്ങൾ കൂടുന്നു. അത് കൂടുതൽ വിമാനങ്ങളും കാര്യങ്ങളും പഴയ രീതിയിലേക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ അതിജീവിച്ച് കാര്യങ്ങൾ നടന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക്, അതായത് അടിതയുടെ ആക്കം കുറഞ്ഞിരിക്കുന്നു. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇറാൻ അടിക്കാൻ പറ്റാത്ത സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒന്ന്, ഈ അവരുടെ ആയുധങ്ങൾ തീരുന്നു. 2, ആയുധങ്ങൾ പ്രയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ മിസൈൽ ലോഞ്ചറും ഡ്രോൺ ലോഞ്ചറുകളും ഒക്കെ ഇസ്രായേൽ തകർത്ത് കഴിഞ്ഞിരിക്കുന്നു. അതായത് അതുപോലെ തന്നെ അമേരിക്ക സംയുക്തമായിട്ടാണല്ലോ അമേരിക്കൻ സൈന്യങ്ങൾ അവരുടെ ഏതാണ്ട് 2000-ഓളം വരുന്ന സൈനിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ആക്രമിച്ചിരിക്കുന്നു, വ്യവസായ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ആക്രമിച്ചിരിക്കുന്നു. ടെഹ്റാനൊക്കെ തരിപ്പണമായിരുന്നു. അവിടുന്ന് വരുന്ന വാർത്തകളില്ലാത്തതുകൊണ്ടും അത്തരത്തിലുള്ള വാർത്തകളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് ലോകമാധ്യമങ്ങൾ തയ്യാറാവാത്തതുകൊണ്ട്. കാരണം വാർത്തകൾക്കകത്ത് കൃത്യമായ ഡിവൈഡിങ് ഉണ്ട്. എത്ര ജയിച്ചാലും ഇസ്രായേൽ ജയിച്ചില്ല, അല്ലെങ്കിൽ ഇസ്രായേലിനെ പൊക്കി പറയേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നത് അമേരിക്ക അത് അനുഭവിക്കണം. അമേരിക്കയ്ക്ക് ഉള്ള അവസ്ഥ, അമേരിക്ക ഇന്ത്യ ഈഴത്തെ കാണിച്ച ഒരു പണി ഇപ്പോൾ അമേരിക്ക കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതേ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഈ വ്യാവസായിക പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇപ്പം ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യവസായങ്ങളുടെ പ്രവർത്തനത്തിൽ ചെറിയ നിയന്ത്രണങ്ങൾ വരുന്നത്. കാരണം യുദ്ധം എപ്പോഴും എല്ലാ രാജ്യങ്ങൾക്കും പ്രതിസന്ധി സൃഷ്ടിക്കും. ഇപ്പോൾ ഈ ഓയിലിൻ്റെ ഒരു വലിയ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ഈ GCC രാജ്യങ്ങളാണ്, ഒപ്പം ഇറാനും ഒക്കെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ യുദ്ധം കടക്കുമ്പോൾ ഓയിൽ സപ്ലൈ കുറയുന്നുണ്ട്. മാത്രമല്ല ഈ ഹോർമൂസ് കടലിലേക്ക് വഴി എണ്ണ കൊണ്ടുവരുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ മറ്റ് രാജ്യങ്ങളുമായിട്ട് പലവിധ കരാറുള്ളതുകൊണ്ട് അവിടെ നിന്നൊക്കെ നമുക്ക് എണ്ണ കിട്ടുന്നു. പക്ഷേ ഈ ഗ്യാസ് കൊണ്ടുവരുന്നത് പൈപ്പ് ലൈൻ വഴിയാണ്. അപ്പോൾ ഈ ഗ്യാസ് പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് ചിലപ്പോൾ കടലിൻ്റെ അടിയിൽ കൂടെ പോകുന്നുണ്ടാകാം, അല്ലെങ്കിൽ മറ്റ് മേഖലകളിലൂടെ വരുന്നുണ്ടാകാം. അവിടെ എങ്ങാനും ഒരു മിസൈൽ വീണൊരു ആക്രമണം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കുഴപ്പം സംഭവിക്കുകയോ ചെയ്താൽ നമ്മുടെ ബാക്കിയുള്ള പ്രവർത്തനത്തെയൊക്കെ അത് ബാധിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഉപയോഗത്തിൽ ചെറിയ വെട്ടിക്കുറവൊക്കെ വരുത്തിയിട്ട് നമ്മൾ ഭാവിയെ കൂടെ കരുതിക്കൊണ്ടുള്ള ചില നീക്കങ്ങൾ നടത്തുന്നത്. പക്ഷേ ഇവിടെ യുദ്ധം അവസാനിക്കാത്തടത്തോളം കാലം ഈ ആശങ്ക കൂടും. കാരണം എന്താണെന്ന് വെച്ചാൽ യുദ്ധം നിൽക്കുന്ന സമയത്ത് ഓയിലിൻ്റെ വില കൂടും. ഓയിലിൻ്റെ വില കൂടുക എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള എല്ലാ വസ്തുക്കളുടെയും ഊർജ്ജ പ്രതിസന്ധികളുടെ പ്രശ്നം ഇതാണ്. ഈ അടിസ്ഥാന സൗകര്യങ്ങൾക്കെല്ലാം വില മാറും. ഇപ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില കൂടുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ ഓയിലിന് വില കൂടുന്നതുകൊണ്ടാണ്. അപ്പോൾ ഡീസലിൻ്റെ അല്ലെങ്കിൽ പെട്രോളിൻ്റെ വില കൂടിയാൽ അതിൽ കൂടെ കൊണ്ടുവരുന്ന ഗുഡ്സിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് വേണ്ടി വരുന്ന എല്ലാ സാധനത്തിനും വില കൂടും. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകരുത്. മാത്രമല്ല ഈ ഓയിൽ കിട്ടാത്തത് മൂലം ഇപ്പോൾ പെട്ടെന്ന് വില കൂടി. ഇപ്പോൾ 100 രൂപയ്ക്ക് നമുക്ക് പെട്രോൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് നാളെ 200 രൂപയായാൽ അത് നമ്മുടെ ജീവിത രീതിയെ തന്നെ വല്ലാതെ ബാധിക്കും. അതൊന്നും ഉണ്ടാകരുതെന്ന് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുന്നത്. അതും എണ്ണയിൽ പ്രവർത്തിക്കുന്ന വ്യാവസായിക മേഖലയിലൊന്നും ഇത് ബാധിക്കുന്നില്ല. പക്ഷേ ഗ്യാസാണ്. ഇപ്പോൾ ഈ പറയുന്ന പ്രകൃതിവാതകങ്ങളെയൊക്കെ തന്നെ കൂടുതൽ ആശ്രയിക്കണമെന്ന് നമ്മളുടെ സർക്കാർ തന്നെ ചില നിർദ്ദേശങ്ങൾ തരുന്നു, അല്ലെങ്കിൽ നമ്മളെ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട എല്ലാ സഹായം തരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഊർജ്ജ പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ ഗ്യാസ് പൈപ്പ് ലൈനുകൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ നമ്മൾ എങ്ങനെ അതിനെ അതിജീവിക്കും, അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ഭാവിയെ കരുതിക്കൊണ്ട് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അങ്ങനെ മാത്രമേ കരുതാൻ പറ്റുള്ളൂ. ഭാവിയെ കരുതി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. മാത്രമല്ല നമ്മുടെ ലഭ്യതക്കുറവുണ്ടല്ലോ, ആ ലഭ്യതക്കുറവിനനുസരിച്ച് ആണല്ലോ ഇന്നലെ വരെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ലഭ്യതക്കുറവിനനുസരിച്ച് അത്രയും ഇന്ധനം സപ്ലൈ ചെയ്യാൻ പറ്റാത്തപ്പോൾ അത്രയും സമയം ഒന്ന് കരുതണം. ഈ സിനു പറഞ്ഞതുപോലെ അതിന് മറുപടി കണ്ടിട്ടുണ്ടാവും, പക്ഷെ പെട്ടെന്ന് പറയത്തില്ല. 1-2 ദിവസിക്കാം അതുണ്ടാവും. പിന്നെ നമ്മൾ സ്പോട്ട് എണ്ണ മേടിക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എല്ലാ മാർഗവും നമ്മളിത് ഈ ഇസ്രായേലിലെ കഴിഞ്ഞ ദിവസം യുദ്ധം ചെയ്യുന്ന കാര്യം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ ഇത് കുറേ ദിവസം കൊണ്ട് കാണുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. നമ്മളതിൻ്റെ ഒരുക്കം നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഭരണാധികാരികൾ പണ്ടത്തെ കൂട്ടല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.